ഇതെങ്ങനെ വരലെന്നോ ഒരു റോഡ് മാപ്പോ അല്ലെ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടെന്നോ ഒന്നുമില്ല കേട്ടോ. ഉണ്ടാവില്ല അവിടെ ഒരു ലൈറ്റ് കാണില്ലേ, ഇത് ബംഗ്ലാദേശാണ്. അയ്യോ ഒന്നും കേൾക്കണ്ടല്ലേ. ആദ്യമായിട്ടാണ് ഇത്ര റിസ്ക് എടുത്തൊരു വീഡിയോയിൽ. അപ്പം നമ്മൾ മേഘാലയയിൽ നിന്ന് പോയിട്ടില്ല. ഇന്ന് മാർക്കില്ലാത്ത ആദ്യത്തെ ദിവസം കേട്ടോ. അപ്പോൾ മേഘാലയയിൽ ഒറ്റ കാഴ്ചയും കൂടിയുണ്ട്. ഒറ്റ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു സംഭവമാണ് ഡബിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജ്, ലിവിങ് റൂട്ട് ബ്രിഡ്ജ്. അതായത് വേര് കൊണ്ടുള്ള റൂട്ട് ബ്രിഡ്ജ് നമ്മൾ ഇന്നലെ ചെറുതൊന്ന് കണ്ടു, പക്ഷെ അതിൻ്റെ വലിയ ഐറ്റം രണ്ട് നിലയായിട്ട് നിൽക്കുന്ന അതാണ് നമ്മൾ കാണാൻ പോകുന്നത് കേസ്. അപ്പം നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ട്രിപ്പിലെ ഏകദേശം നോർത്ത് ഈസ്റ്റ് അല്ല ഓൾ ഇന്ത്യ ട്രിപ്പിലെ നോർത്ത് ഈസ്റ്റിലാണ് നമ്മൾ നിന്നിരിക്കുന്നത്. മേഘാലയയിലുള്ളത് ചിറാപൂഞ്ചിയിലാണുള്ളത്. ചിറാപൂഞ്ചിയിലെ ഡബിൾ ഡെക്കർ ബ്രിഡ്ജിലെ റൂട്ട് ബ്രിഡ്ജാണ് കാണാൻ പോകുന്നത്. നമ്മളെ വണ്ടി അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന റൂട്ടും കാര്യങ്ങളൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല. അതൊക്കെ നമുക്ക് സെയിം റൂട്ട്, അതായത് ഇന്നലെ പോകുന്നില്ല, ചിറാപൂഞ്ചിയിലേക്ക് പോകുന്നില്ല, ആ റൂട്ട് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ ബോറടിപ്പിക്കേണ്ട വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ ഒരു ഭാഗത്ത് സൈഡാക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൂടെ അങ്ങനെ ആൾക്കാരൊന്നും വരില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം വേറെ വേണ്ട സാധ്യതയുണ്ട്. നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് നോക്കി പോകുന്നതാണ്. അപ്പം ഇവിടെ വന്നപ്പോൾ പിന്നെ 2 ആസാം വണ്ടികൾ കണ്ടപ്പോൾ സമാധാനം. അപ്പോൾ നമുക്ക് പോയോക്കാം. അത് മാത്രമല്ല, ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി പോകില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നടക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് താഴേക്ക് പോയി നോക്കാം. അപ്പം നമ്മളൊരു ഐഡിയ ഇല്ലാതെ ഡബിൾ ഡെക്കർ റൂട്ടാണോ എന്ന് അറിയാതെ അങ്ങനെ പോന്ന് വന്നപ്പോൾ ഇയാളാണ്ട് ഞങ്ങൾ പൊന്തുണേ. അപ്പോൾ എന്താ അവള് പറഞ്ഞ് ഡബിൾ ഡെക്കർ റോഡ് നീച്ച അടിയിലാണ്. അപ്പം ഇവിടെ എന്താ ഉള്ളൊരു സിസ്റ്റം എന്താ വെച്ചാൽ മതി തൽക്കാലം നമുക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മളൊരു കച്ചവടമായിട്ട് നിൽക്കണല്ലോ. അപ്പൊ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നിലക്ക് വാങ്ങാം കേട്ടോ. സ്റ്റിക്ക് തരും കേട്ടോ നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ ബൈ. അപ്പൊ ഇനി വയസ്സനായിട്ട് ഇങ്ങനെ നടക്കാം. ഇതൊരു തത്തമ്മ കിളി, എന്തോ ഒരു കിളീനെയൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് വീടുകളുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. ഇതേപോലെ 1 2 3 4 5 6 വീടുകൾ മാത്രം. ഇത് തന്നെയാണോ റൂട്ട് എന്നൊരു ഒരു സംശയം നല്ലോണ്ട്. കാരണം വെച്ചാല് അവിടെ വണ്ടി നിർത്തിയിട്ട് ഒന്നും ഒരു ബോർഡ് പോലും ഇല്ലല്ലേ. ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, ക്ലീനിങ് ഡ്രൈവ്. അതൊന്നുമില്ല, അടിയിൽ നിന്ന് ഇങ്ങോട്ട് സാധനം കൊണ്ടുവരാനുള്ള അതാണ്. ഒരു റോപ്പ് ഉണ്ട് കേട്ടോ. ഒരു നോട്ടീസ് വണ്ടി നല്ലതാട്ടോ. ഈ വില്ലേജിക്ക് ജനറേറ്റർ ഒക്കെ വെച്ചിട്ടുള്ളൊരു മോട്ടർ ഉണ്ട്. അതുപോലെ തന്നെ താഴേക്ക് 2 റോപ്പ് കാണാം. സാധനങ്ങൾ കൊണ്ടുവരാൻ നമ്മളിങ്ങനെ വിചാരിച്ചതാണ് എങ്ങനെ ഇവിടേക്ക് സാധനം എത്തുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് ഒരു റോപ്പ് വേണ്ട. ഇവിടെ അങ്ങോട്ട് കൊക്കേട്ടത് ആ കാണുന്നത് അങ്ങോട്ട് പോയാൽ പോയി. ഇതേ പോലെ വേണമെങ്കിൽ ഓക്കെ. ഇതാണ് റോപ്പ്. ഇതുപോലെ തന്നെ അതിനൊരു ഹൗസിൻ്റെ ഒരു ചെറിയൊരു ഷെഡിലുണ്ട്. അതിൽ ഒരു മോട്ടറും പിന്നെ ഒരു ജനറേറ്ററും ഉണ്ട്. ഇതാണ് മോട്ടറിൻ്റെ വീലുണ്ടോ. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ നേരെ കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങി നോക്കാം. നമ്മൾ ഈ ഡബിൾ ഡെക്കർ ലിവിങ് റൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന കുറച്ച് വലിയ പേരാട്ടോ. ആ ബ്രിഡ്ജ് എത്തുന്നതിന് മുമ്പ് അതിലേക്ക് പോകണമെങ്കിൽ വേറൊരു കടമ്പയും കൂടി കിടക്കണം കേട്ടോ. വേറെ വലിയൊരു കടമ്പ. ഒരു 3000 സ്റ്റെപ്പ് നമ്മൾ താഴേക്ക് ഇറങ്ങണം. 3000 സ്റ്റെപ്പ് സാർ, 300 അല്ല 3000. 3 മണിക്കൂർ എടുക്കുമല്ലോ അവിടെ പോയി. 3 മണിക്കൂർ കഴിഞ്ഞ് അവർക്ക് കഴിഞ്ഞിട്ട് വേറെ സംഭവം കൂടി ഉണ്ട്. 3000 സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറുമാണ്. ഇങ്ങോട്ട് കയറുമാണ്. ടോട്ടൽ 6000 സ്റ്റെപ്പ് നമ്മളിന്ന് വെക്കണം. അപ്പോൾ ഏതായാലും നമ്മൾ താഴേക്ക് ഇറങ്ങി കൊണ്ട് പോകാനുള്ള റൂട്ട് ഇതാണ്. പക്ഷെ അതിന് മുമ്പ് ഇവിടെ ചെറിയൊരു വ്യൂ പോയിന്റ് പോലെ ഉണ്ട്. ഇവിടെ എന്തോ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് നോക്കട്ടെ. 3000 സ്റ്റെപ്പ് ഉണ്ടോ? ഇതാണ് 3000 സ്റ്റെപ്പ്. യോ പൊട്ടി വെക്കുവോ? യോ എത്ര താഴ്ചയോ അങ്ങനെ സൈഡിലേക്ക് നോക്കിയാ അവിടെയാണ് നമ്മളെ ബ്രിഡ്ജ് തോന്നുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഇന്നലൊക്കെ നമുക്ക് ഗൈഡായിട്ട് നമ്മുടെ മാർക്ക് ഉണ്ടായിരുന്നു. ഇന്നില്ലാത്തതിന്റെ വളരെ നല്ല കുറവുണ്ട് കേട്ടോ. നമ്മള് കണ്ടെത്തണല്ലേ. പ്രത്യേകിച്ച് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ നെറ്റ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഗൂഗിൾ ചെയ്തിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തായാലും നമ്മൾ ഈ സ്റ്റെപ്പ് മുഴുവനായിട്ട് ഇറങ്ങി കൊടുക്കാൻ പോവാണ്. അപ്പൊ 3000 സ്റ്റെപ്പുകളുള്ള ഈ ഒരു മല നേരെ താഴെ അടിയിലേക്ക് എത്തണമെങ്കിൽ ഇതാണ് 3000 സ്റ്റെപ്പ് ഉള്ളത്. അപ്പൊ ഇതാ ഇപ്പൊ നമ്മളൊരു എത്ര സ്റ്റെപ്പ് ഇറങ്ങിയിട്ടുണ്ടാവും? ഒരു 50 സ്റ്റെപ്പ് 100 സ്റ്റെപ്പ് ഇറങ്ങിയിട്ടുണ്ടാവും. ഒരു 50 ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ നേരെ താഴേക്ക് ഇറങ്ങാം. അവിടെ എവിടെയോ ആണ് നമ്മുടെ ഡബിൾ ഡെക്കർ ലിവിങ് റൂട്ട് ബ്രിഡ്ജ്. ഫുട്ബോൾ ഗ്രൗണ്ടാണ് ആ കാണുന്നത്. അതെ, ആ കാണുന്ന ചെറിയൊരു കാട് വെട്ടി തെളിച്ചൊരു അവിടെ തന്നെ. പിന്നെ അവിടെ സ്റ്റെപ്പ് ഇവിടെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്.
ഇറങ്ങിക്കോ, ടൈമില്ല. അപ്പോൾ 6000 സ്റ്റെപ്പ് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളിതാ 3000 സ്റ്റെപ്പ് ഇറങ്ങുകയാണ്. ബാബു കമോൺ മാസ്റ്റർ പീസ്. യൂട്യൂബ് വേ ഓഫ് ലൈഫ്. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ചും കൂടെ ഇറങ്ങി ഒരു 400 സ്റ്റെപ്പ് ഇറങ്ങി. അപ്പോഴാണ് നമ്മൾ വടി ഒന്നും കൂടി വേണമെന്ന് തോന്നിയത്. അപ്പോൾ ഇവിടുന്ന് ഒരു വടി കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി ഞാനും നമ്മളെ ഗാന്ധി കാരണം അത്രക്ക് കുത്ത് അല്ലേ റോഡ് സ്റ്റെപ്പ്. 3000 എണ്ണണമെന്നൊക്കെ വിചാരിച്ചാൽ അത് നടക്കൂല. പിന്നെ മറ്റൊരു കാര്യം തരാം. അവിടെ ആ കാണുന്ന പാടം കണ്ടേ, ബംഗ്ലാദേശ് ആ പാടം ഇന്ത്യയുടെ ബോർഡർ കൂടെ സഞ്ചരിച്ചോണ്ടിരുന്നത്. ഇവിടുത്തെ ഭൂപ്രകൃതിയിലെ ഈ ഒരു മല കഴിഞ്ഞാൽ നേരെ പരന്ന സ്ഥലം അത് ബംഗ്ലാദേശ്. പണ്ട് ചിലപ്പോൾ അതിരങ്ങനെ കരട്ടെ ആ മല വരെ ഇന്ത്യക്ക്, അത് കഴിഞ്ഞിട്ട് ബംഗ്ലാദേശ്. ഇന്ദിരാഗാന്ധി ഇട്ടാ തോന്നുന്നു അതിലങ്ങനെ. ഏതായാലും നമ്മളിതാ ഇതിലെ പോണുണ്ടോ കട്ടി കുത്തി നീയല് പോണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ എത്തിയപ്പം കുടിവെള്ളമൊക്കെ ഉണ്ട്, പക്ഷേ വെള്ളമില്ല. കുടിവെള്ളത്തിനുള്ള ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഉണ്ടോ ടാങ്ക് വെള്ളമല്ല. പിന്നെ ഈ ഒരു വിസിലടി കേൾക്കുന്നുണ്ടാവില്ല, എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലാക്കണ്ട, അല്ല വിചാരിക്കണ്ട. ഇവിടുത്തെ എന്താണ് അതിന് പറയല്, ക്രിക്കറ്റ്. അത് നമ്മൾ എന്താ ചീവീട് സൗണ്ട് ഉണ്ടാക്കാണ്. ഇവിടുത്തെ സൗണ്ട് വേറെ ഉണ്ടോ, ഒരു കൊടുക്കുകയാണ്. ഏകദേശം ഇപ്പൊ നമുക്കൊരു മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ, എന്തുകൊണ്ടാണ് വയസ്സായി കഴിഞ്ഞ ആൾക്കാർ വടി ഉപയോഗിക്കുന്നത്. ബാലൻസ് തെറ്റി പോകും, അതിനാണ് വടി ഉപയോഗിക്കുന്നത് മനസ്സിലായി. ഇവിടുന്ന് അങ്ങോട്ട് വേറെ മോഡൽ സ്റ്റെപ്പ് കേട്ടോ, വീമൊക്കെ വാർത്തിട്ടുള്ള പില്ലർ വാർത്തിട്ടുള്ള ഇതൊക്കെ എങ്ങനെ വരലെന്നോ ഒരു റോഡ് മാപ്പോ അല്ലെങ്കിൽ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടെന്നോ ഒന്നുമില്ല കേട്ടോ. എൻ്റെ അഭിപ്രായത്തിലേ ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ ഒരു 3000 ഉള്ളത് ഒരു 2000 ഒക്കെ ആക്കി. കാരണം ഇവര് ഈ വലുപ്പമില്ലാത്ത ആൾക്കാർക്ക് പാകത്തിന് അത് ഉണ്ടാക്കി. കുറച്ചും കൂടി ഒക്കെ സ്റ്റെപ്പ് എണ്ണ കുറക്കായിരുന്നു. നമുക്ക് കുറച്ചും കൂടി നമുക്കൊരു സിമ്പിളായിട്ട് നമ്മളിങ്ങനെ വെക്കൂല, ഇങ്ങനെ ചെറിയ സ്റ്റെപ്പ് വെക്കുന്ന ആ ഒരു ഫീല് നമുക്കാകുമ്പോൾ ഒരു കുറച്ചും കൂടി അടിക്ക് വെക്കാൻ കഴിയും. എന്താല്ലേ ബാബു ഒരു 120 സ്റ്റെപ്പിന് മുന്നിലാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, അത് ലൈനാ, തൂങ്ങി പോവൂല. ആവെല്ലാം കണ്ടില്ല ജി, അതേമാതിരി നിൽക്കും. നമ്മള് എത്ര സ്റ്റെപ്പാന്ന് അറിയില്ല. പിന്നെ ഇവിടെ വേറെ സംഭവം കണ്ടു, ഈ ഒരു ഭാഗത്തൂടെ ആയിരുന്നു പണ്ടത്തെ 3000 സ്റ്റെപ്പ്. ഇപ്പം ഇത് പുതുക്കി പണിത് പെയിന്റ് ഒക്കെ അടിച്ച് വെച്ചതാണ്. അത് കല്ലുകൊണ്ട് കെട്ടിണ്ടാക്കിയതാണ്. ഇതിപ്പോൾ പുതിയ കോൺക്രീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതാ ഇവിടുന്നൊക്കെ കണ്ടോ, ഇവിടുന്നൊക്കെ എത്ര ആയുണ്ട് നോക്ക്. അയ്യോ, ഇതല്ല റിട്ടേൺ കോൺക്രീറ്റ് ചെയ്തപ്പോൾ ഓലോട് പറഞ്ഞോന്നുണ്ട് സ്റ്റെപ്പിന് എണ്ണം കുറയത്. ഇതൊക്കെയാ കറക്റ്റായിട്ട് ഒരു കാലിന് ഇതിനുള്ളിൽ കൊള്ളില്ല, അത്രയും ചെറിയ സ്റ്റെപ്പ് ഉണ്ടാക്കിയില്ലേ. പിന്നെ ആ ഗ്രൗണ്ട് കുറച്ച് ചെറുതായി കുറച്ച് വലുതായി കേട്ടോ. ഇവിടുന്ന് അടിക്കൊക്കെ നോക്കിയിട്ട് തലഞ്ഞ അതന്നെ പറഞ്ഞ അത്ര ഇവിടുന്ന് അങ്ങോട്ട് ചാടിയാൽ നേരെ ഒരു എത്രയോ താഴ്ചയൊക്കെ എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ ഇറങ്ങണം. അപ്പോൾ ഓക്കെ മോനെ ഈ സ്റ്റെപ്പ് ഉണ്ടാക്കി നന്നായതാട്ടോ. എന്താ ഒന്നും നോക്കിയാ ഇതിലൊക്കെ ഇങ്ങനെ കേറുക. പണ്ടത്തെ സ്റ്റെപ്പ് പണ്ട് സ്റ്റെപ്പ് അല്ലേന്നു, സ്റ്റെപ്പ് പോയിട്ട് ഇത് ഓടിക്കാ ഇത് കയ്യും പിടിച്ച് കയറേണ്ടി വരും കുത്തനല്ലേ. പക്ഷെ കുറെ സ്റ്റെപ്പ് എണ്ണം കുറയാന്, ചിലപ്പം ജീവനും കുറയും. ഓക്കെ ഗോ. അപ്പോൾ കുറച്ചും കൂടെ എത്തിയപ്പം വലിയ കൂർത്ത 2 കല്ലും കാര്യങ്ങളും കണ്ടു. അതുപോലെ തന്നെ ഈ പാറമലായിട്ട് അവർ ഇത് കോൺക്രീറ്റ് ചെയ്ത് ഇതാണ് ഇപ്പം നമ്മളിപ്പം കുറച്ച് നേരം കൊണ്ട് ഇറങ്ങിയ സ്റ്റെപ്പുകളാണിത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഒരു പഴയ ഒരു കൈവരി കാണില്ലേ, അതെന്താ അറിയോ, ഓൾഡ് സ്റ്റെപ്പ്. ഓൾഡ് സ്റ്റെപ്പിന് എണ്ണം കുറവാണ്, പക്ഷേ കുത്ത് ഭയങ്കര കൂടുതലാണ്. ഈ പാറിൻ്റെ ഇടയിൽ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇനിയും കുറച്ചും കൂടി ഇറങ്ങാണ്ട്, കുറച്ചല്ല കുറേ ഇറങ്ങാണ്ട്. ഇതാ ഇവിടെ ഒരു താഴ്ച കണ്ടില്ലേ, അതിൻ്റെയും നേരെ താഴ്ച പിന്നെയുണ്ട്. അവിടേക്കാണ് നമ്മളെത്തേണ്ടത്. ആ 2 മലയുടെ ഇടയിലൂടെയാണ് എത്തേണ്ടത്. അപ്പോൾ ഓക്കെ ഗോ. അവിടെ കുറച്ച് ആൾക്കാരുണ്ട് കസാലൊക്കെ ഇട്ട് കുത്തിർക്കുക. ഒരു പെയിൻ്റ് അടിച്ചുകൊണ്ട് കേട്ടോ ഈ കൈവരിക്ക്. ഇതാ ഇവർ പെയിൻ്റ് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ ബാഗ് മേലൊക്കെ പെയിൻ്റ് ആയോ? ഇവിടുന്നാണ് സ്റ്റെപ്പ് ഇല്ല പുതിയത് ഇല്ലടാ, ഇവിടുന്നാണ് ഇനി പോയ സ്റ്റെപ്പാ. ഓക്കെ ബൈ ബൈ. അങ്ങനെ ഇറങ്ങി നമ്മളൊരു സ്റ്റെപ്പ് ഒക്കെ ഉള്ള നേരെയുള്ള സ്ഥലത്ത് എത്തിട്ടോ. നല്ല പച്ചപ്പൊക്കെ ഉള്ള സ്ഥലത്തെത്തി. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത്
ഈ ഒരു മലയിൽ നിന്ന് വേറെ മലയൊക്കെ എത്താനുള്ള അതാ തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു സൈഡിൽ നല്ല ഡീപ്പാണ്, അതുപോലെ തന്നെ ഈ സൈഡിൽ നല്ല ഡീപ്പാണ്, ഡെപ്ത് ഉണ്ട്. അപ്പോൾ ഇതാ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഉണ്ടോ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതിലൊക്കെ കൂടെ പോയി നോക്കാം. ആ ആകാശത്ത് നിന്നാട്ടോ അങ്ങോട്ട് വരുന്നത്. ഇവിടെ എത്തി. ഓ എങ്ങനെയുണ്ട്? ഈ കാഫില്ല ഇവിടെ, ഈ കാഫ വേന കാഫ് മല്ല കണ്ട പൂങ്കാറ്റ് കാരക്കൊക്കെ ഇപ്പം വരും. ആ ഇത് വെള്ള. പക്ഷെ ഇവിടെ കുടിക്കാല വെള്ളമൊന്നും ഇല്ലല്ലോ. ഇടയ്ക്ക് വെള്ളതാ ഉണ്ടോ? അത് അന്നതിന് ഗുഡ് വാട്ടർ. ഓ പോവാം. അയ്യോ നാളത്തെ വീഡിയോ എടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആ നേരത്തെ പെയിന്റ് അടിച്ചിനെ ആ ബ്രോ അതാ പോണേ. ആകെ വടി വേണ്ട കുന്തും വേണ്ട, ഒരു പോക്കുണ്ട് കളി നോക്കിയാ ചാടി ചാടി പോണേ. ഇത് സംഭവം ഈ ടൂറിസ്റ്റുകൾക്ക് ഉണ്ടാക്കിയോ നല്ലത്. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാനേ ഇവലുണ്ടാവും. രാവിലെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടെ പോയി ഇങ്ങോട്ട് വരുന്നവരൊക്കെ ഉണ്ടാവും. നമ്മളിതൊരു ചലഞ്ചാക്കി ഏറ്റെടുത്ത് നാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കടന്നു തുടങ്ങേണ്ടി വരും. അയ്യോ ഇപ്പോൾ സത്യം പറഞ്ഞാലേ എണ്ണം കിട്ടാതെ കുടുങ്ങിക്കാണ്. എത്ര ആയിണ് ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടായില്ലേ? ഇത്ര പോയാൽ നമ്മളൊരു ഏകദേശം ഒരു ഇത് കൂട്ടി വെക്കല്ലേ, അതായത് ഒരു 50 എണ്ണ. അതിന് നമ്മൾ പോകുന്നൊരു നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ലേ, ആ ഐഡിയക്ക് അനുസരിച്ച് ഇൻറ്റു ചെയ്യാം. മൾട്ടിപ്ലൈ 1000 ഒക്കെ ഉണ്ടാവില്ലേ? 1 2 3 4 5 6 47 48 49 50. ഇങ്ങനെ 1 2 ഒരു 10 മീറ്ററിൽ 50 സ്റ്റെപ്പ് കിട്ടുക. 50 ഒരു 800 1000 ഇടക്കിടക്ക് നല്ല കുത്തനാണ്. ഇടക്ക് ഇതേമാതിരി അയാളെ പെരയൊക്കെ പാഞ്ഞിറങ്ങി വന്ന്. അപ്പോൾ ഇവിടെയൊക്കെ ഇതാ വീടുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇവർ സാധാരണ ഇതും കൂടെ കയറി ഇറങ്ങുന്ന ആൾക്കാരാണെന്നില്ല എൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇവിടേക്ക് ഒരു റോഡ് പോലും ഇല്ല. ഈ സ്റ്റെപ്പ് മുഴുവനായിട്ട് കയറിയിട്ട് വരണം. ഇവിടെ നിന്നാണ് എത്ര സ്റ്റെപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചോക്കാൻ വെറുതെ ചുമ്മാ. How many steps from here? 40 minutes. 40 minutes. Okay, thank you. 1000 step. You are already. Oh, 1 hour. ऊपर. नीचे 1 hour. ഓ പകുതി എത്തിയിട്ടുണ്ട്. ഒരു 1500 ഒക്കെ ആയി കാണും. ഓക്കെ. അയ്യോ ഇവർക്ക് ഇംഗ്ലീഷും അറിയില്ല, ഹിന്ദി അറിയില്ല. ഹിന്ദി നമുക്ക് തട്ടിയൊപ്പിച്ച് പറയാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് കാസി ചെയ്തിട്ടില്ല, ആ ഭാഷ മാത്രമേ അറിയുള്ളൂ കേട്ടോ. അയാൾ കൊണ്ടുവന്ന കിളി അവിടെ എത്തി. അതല്ല, അതപ്പുറത്തെ കൂടെ. ഹായ് സ്കൂളിലൊക്കെ പോകാനോ യൂണിഫോം ഒക്കെ ഉണ്ടോ? പാൻറ് കിളിയുണ്ടോ? എന്താല്ലേ അടിപൊളി. ഒരു കോയിന്റെ കൂവലിട്ടി ഞാൻ വിടുന്നേ. അപ്പൊ അടിയിലെത്തു വിചാരിച്ചിനി. അപ്പൊ അടിയിലെത്തു. റൂട്ട് ഉണ്ട് ഇവിടെ. സെന്ററിൽ എത്തുമ്പം ലെഫ്റ്റ് റൈറ്റും. നാരങ്ങതാ ആട്. നാരങ്ങ അടിയിൽ കണ്ടപ്പാ. നാരങ്ങത അവിടെ ഒന്നെടുക്കട്ടെ. കൊളാമ്പിയൊക്കെ താ, കൊളാമ്പി ചെടി. ആ പോ. ബാക്കി 1500 കൂടും. ദിസ് വേ. ഓക്കെ. നെയിം പ്ലീസ്. നെയിം നാം Muhammad യുവർ ഡീലിംഗ മഖ്ലാലി മെബ. നമ്മളെ പേര് ചോദിച്ചു. കാസി ഫാമിലി. ഓ അപ്പോൾ നമ്മൾ വന്ന് നമ്മൾ കാസി ഫാമിലി പെട്ട സാധാരണക്കാരായ ഒരു വീട്. ഓക്കെ ബൈ. ഓക്കെ. അപ്പോൾ നമ്മളെ മാർക്കിന്റെ കുടുംബക്കാരെ കാസി മാർക്കിനെ കണ്ട നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മാർക്കിനെ കണ്ടു കഴിഞ്ഞാൽ അവർ ട്രൈബൽസിന്റെ ലുക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ. കാരണം എന്താ വെച്ചാൽ അവരെ പിന്നെ ഗ്രാൻഡ് ഫാദർ ചൈനക്കാരനായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ലുക്കിൽ മാറി ചൈനീസ് ലുക്ക് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു വേഗ കൂടെ വേറെ സാധനമല്ലേ ഇങ്ങനെ കുത്തി പറയണ ചാടി മറിയാനാ. ബംഗ്ലാദേശ് എത്തിട്ടോ ചാടി മറിഞ്ഞാൽ. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഇതെന്താ നിങ്ങൾക്ക് അറിയാം, നമ്മൾ പോരിനടുത്തൊക്കെ കണ്ടില്ലത്. ഇതുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ ചൂലുണ്ടാക്കുന്നത് കേട്ടോ. ആ ചൂലുണ്ടാക്കുന്ന സാധനം അത് പറയണ മറന്നുപോയി.
അപ്പോൾ ഇതാണ് സാധനം കേട്ടോ. ഇതുകൊണ്ടാണ് ഇവരിത് വേറെ സംഭവം കണ്ടില്ലേ, നമ്മൾ ഇവിടുത്തെ വീടുകൾ പറഞ്ഞു കേട്ടില്ലേനോ, ഇവിടുത്തെ വീട്ട് എത്ര ചെറ്റക്കുടില്ല, അതായത് ചെറ്റക്കുടിൽ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് നമ്മളെ അങ്ങനെയല്ല ഉപയോഗിക്കുക, അതായത് തീരെ ക്യാഷ് ഇല്ലാത്ത ആൾക്കാരാണ് കുടിൽ, പക്ഷെ അവരുടെ വീടിൻ്റെ ഉള്ളിലുള്ള പാത്രങ്ങൾ വെച്ചതിൻ്റെ വൃത്തി നോക്കി ക്ലീൻ ആയിരിക്കും. ഇവരുടെ അടുക്കള ഭയങ്കര ക്ലീൻ ആയിരിക്കും. ഇവിടുത്തെ ജോസേട്ടൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ പുരുഷന്മാർ ചിലപ്പം സീസറും വലിച്ച് കുറേ മുറുക്കിയൊക്കെ അങ്ങനെ നടക്കും, വലിയ വൃത്തിയില്ലാതെ നടക്കും. പക്ഷെ ഇവിടുത്തെ സ്ത്രീകൾ അവരുടെ വീട് വളരെ വളരെ വൃത്തിയിൽ സൂക്ഷിക്കും കേട്ടോ. നല്ല വൃത്തി മിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ. അതെ, ഓക്കെ. അത് മേഘാലയൻ്റെ ഒരു പ്രത്യേകതയാണ്. യെസ്. അപ്പോൾ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് ആ ചൂലിനെ കുറിച്ച്. ആ ചൂലുണ്ടാക്കുന്ന ആ ഒരു പുല്ലില്ലേ, പുല്ല് എന്നാണോ ഇത് വടിയാണോ, എങ്ങനെ ഇപ്പോൾ തോന്നുന്നു ചൂലുണ്ടാക്കണേ, ഒരു ഐഡിയ ഇല്ലല്ലോ. ഇതാ ഇതിന് വേറൊരു സാധനം ഉണ്ടാവും, ആ ടൈമിൽ എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങോട്ട് എത്താനായിട്ട് കുറച്ച് നേരം വൈകി. ഇങ്ങോട്ട് വരികയാണെങ്കിൽ രാവിലെ വരണം. കാരണം എന്താ വെച്ചാൽ ഈ സ്റ്റെപ്പ് മുഴുവൻ ഇറങ്ങിയിട്ട് നമ്മൾ ഈ ലൈറ്റ് ഇല്ലാത്ത ഈ ഏരിയ കൂടെ നമ്മൾ മേലേക്ക് കയറണം. അതൊരു ടാസ്ക് ആയിരിക്കും തന്നെയാണല്ലേ. അപ്പോൾ എത്ര സമയം പോയി? ഇപ്പോൾ സമയം 1:30 കേസ് 2:30, 3:30, 4:30 3 മണിക്കൂറോട് തിരിച്ചു കയറണം അല്ലേ. നിർബന്ധമാണ്. കാരണം വെച്ചാൽ 4:45, 5 മണിയാകുമ്പോൾ രാത്രി ഫുൾ ഇരുട്ടും. ഈ സ്റ്റെപ്പ് 2018 ഉണ്ടാക്കിയ 2018 അങ്ങനെ അവിടെ ഇത് ശരി. 2018 സ്റ്റെപ്പ് ആയി എന്നായിരുന്നു. 2018 ഉണ്ടാക്കി. സമാധാനം ഇനി അതും ഇല്ലാതായി. സംഭവത്തിൽ ഈ പെരടില്ലേ അവിടെ കേട്ടോ വേദനയാണ് ഫുള്ള്. കാരണം എന്താ വെച്ചാൽ അടിക്ക് നോക്കും വേണം, വടി കുത്തും വേണം, ഇങ്ങനെ നടക്കും വേണം കേട്ടോ. വീർത്ത ഒരു പരിവായിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പ് കഴിഞ്ഞ് കേസ് ആ 2000 സ്റ്റെപ്പൊക്കെ പായിട്ട് കണ്ടോ അല്ലേ. സമാധാനിക്കാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കല്ല് മാത്രമേ ഉള്ളൂ. സ്റ്റെപ്പ് അത്ര എനിക്കറിയില്ല. 2001, 2002, 2003 കല്ലളക്കുണ്ടല്ലോ. 2021 പോവാനെ അല്ല. അപ്പം എന്താണ് നമുക്ക് കയറുമ്പോണല്ലോ. ഇവിടെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ. ആ ഒരു സൗണ്ട് ഉള്ളതുകൊണ്ട് ഇങ്ങനെ പോവാണ്. ഇവിടെയൊക്കെ ആരും വന്നില്ല കേട്ടോ. ഇതിലൊന്നും ആറാമ്പിലൊക്കെ പക്ഷേ 8 കാലി മണ്ണാച്ച മല കിട്ടി. ഇവർക്കൊരു കച്ചവടമൊക്കെ തുടങ്ങി കൊടുത്തിൻ്റെ ഇടയിൽ. ഞാൻ രണ്ടാക്കും വേണ്ടി പോലെ കച്ചവടം തുടങ്ങുമോ? ആരും വരുന്നില്ലല്ലോ. അതല്ലേ ഒരാളെ ഈ ഒരു പിന്നെ ട്രെക്കിങ്ങിനായിട്ട് ഒരൊറ്റ ആളെ കണ്ടില്ലല്ലോ. ശരിക്കും വേണ്ടത് നമ്മളെത്തേണ്ടി വരും. ഇതിങ്ങനെ കുഴക്കാത്ത മാതിരി വീഡിയോ എടുത്താണ്ട് ആരും നടക്കാത്ത വഴികളിലൂടെ നമ്മൾ നടക്കണം പറഞ്ഞാണ്ട് റീൽസൊക്കെ ഇട്ടാണ്ട് ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. അയ്യോ രണ്ടുണ്ടാവും. എന്താണ് കമോൺ. യെസ് ഓക്കെ കമോൺ. ഇതുണ്ടാവും വെച്ച് അവിടെ അല്ല ഇവിടുന്നാണ് വെച്ച് സ്റ്റെപ്പാണല്ല. അവിടുന്ന് 2 വേണ്ട ഇനില്ലേ. ഉണ്ടോ? ആ അതിലെ പോയാൽ 7 മണിക്കൂർ നടക്കുക. ഏതോ ഒരു മല ചുറ്റി വരണം. ഇതിലെ പോയാൽ ഇവിടെ ഷോപ്പ് കൂടി കാണാം. ഇതെങ്ങനെ ഇങ്ങനെ വെച്ചിരുന്നേ? 5 മണിക്ക് റോഡ് ക്ലോസ് ചെയ്യും. ഏ റോഡ്? ഏതോ റോഡ് ഗൂഗിൾ മാപ്പ് അതിനകത്ത് എന്തേ പിടി 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 പിടി
കുത്തിപ്പിടി. അടിയില് എന്തായി? ഇന്ത്യ ബംഗ്ലാദേശ് ഇങ്ങനെ പോന്ന് നമ്മൾ ഇവിടെ എത്തി. ഇതാണ് ഡബിൾ ഡക്കർ. ഇങ്ങനെ കാണുമ്പോൾ ചെറുതാണ്, ഇതിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറേ അവിടെ പോന്നപ്പം ഇവിടെ ഒരു കോൺക്രീറ്റ് സ്റ്റെപ്പ് കാണാണ്ട്, ഇവിടെ ഒരു ബോർഡ് കാണാണ്ട്, ഒരു കൈവരിയൊക്കെ ഉള്ള ചെറിയൊരു പാലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ റൂട്ട് കഴിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നതേ ഇതിലെന്താ വഴി, നമ്മൾ ഇതിലാണ്ട് ഷോർട്ട് നിലക്കറ്റത്തിലെ പോന്നോ, ഇതിലെ വഴി ഉണ്ട് കേട്ടോ. ചിലപ്പോൾ അതായിരിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇവിടെ ഒരു പാലൊക്കെ ഉണ്ട്, ചെറിയൊരു പാലം. നമ്മൾ കേട്ട സൗണ്ട് ഭയാനകമായ ഒരു സ്ഥലം. ഹലോ, ഒരു മനുഷ്യനല്ലേ? ഹലോ 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 എക്കോണ്ട് കാട്ടുവാസികൾ ഇറങ്ങിയിട്ടുണ്ടോ? ഇവിടെ ചെറിയൊരു പാലം, ഇവിടെ വെള്ളച്ചാട്ടം, ഒരു കാടില്ലേ, ഒരു വൻ കാട്. കഴിച്ച് ഒരു മനുഷ്യനെ കണ്ടിട്ട് കുറേ നേരമായി, മണിക്കൂറായി. ആ വീട് കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനെ കണ്ടില്ല. പിന്നേക്ക് പോയി. എന്താ ഇവിടെ വെച്ച് ആ മലയിൽ നിന്ന് നമ്മൾ വന്ന് ഈ മലയിൽ കൂടെ ഇറങ്ങി പോകാൻ നിൽക്കുകയാണ്. പോട്ടെ. മുട്ടുംകാലൊക്കെ ഒരു വിധം. ഇപ്പം നിരന്ന പാതയാണ്, ഒരു മലഞ്ചെരുവിലൂടെ ഇങ്ങനെ പോയിട്ടിരിക്കുകയാണ്. വേറെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് അവിടെ കേൾക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വലിയ സൗണ്ടാണ്. ഈ സൈഡ് കണ്ടോ, ഭയങ്കര ആയ. ഒരു ഫുഡും കരുതാതെ പോന്നേ. പിന്നെ മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സോളോ ട്രാവലേഴ്സൊക്കെ ഉണ്ടാവും. ആരെങ്കിലും കൂടെ പോന്നാൽ മതി. വെറുതെ അവിടെ നിന്നിട്ട് പേടിച്ചു പിടിക്കാൻ നിൽക്കണ്ട. ഞങ്ങൾ രണ്ടാളായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ പോവാണ്. പിന്നെ നമുക്കൊന്ന് കാണണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും റിസ്ക് എടുത്ത് പോകട്ടോ. ഇന്നലെ നമ്മൾ റിട്ടേൺ വിചാരിച്ചതായിരുന്നു, ത്രിപുര പോകേണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഒരു ബ്രിഡ്ജിനെ കുറിച്ച് ഒന്നുകൂടി ആയത്തിലിറങ്ങി അല്ലേ. അപ്പോൾ നമുക്ക് കാണണമെന്നില്ല മോഹം. എന്തായാലും നിങ്ങൾക്കും കാണാൻ കഴിയൂല. മേഘാലയയിൽ വരിക, പിന്നെ നല്ല അത്യാവശ്യം സ്റ്റാമിന ഉള്ളവർക്ക് മാത്രം ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി, കയറാൻ കൊടുക്കും. വടി പ്രത്യേകം കരുതിക്കൊണ്ട്. ഇതല്ലോ മരം വെട്ടണേ, അവിടെ ആരും ഉണ്ട് കേട്ടോ. ഉണ്ടോ മുകളിൽ? യെസ്. കാട്ടുകള്ളന്മാരാ? അല്ല, ആളുണ്ട്. അവിടെ കേൾക്കുന്നുണ്ടല്ലോ. എന്തോ ഒരു വെട്ടിങ്ങനെ കേൾക്കുന്നില്ലേ? വലിയ മരം കേട്ടോ അത്. മരം മുറിക്കാരാണോ സംശയമുണ്ട്. വലിയ വലിയ തടിയിലെ ഇത് മഴ പെയ്യാഞ്ഞാൽ മതി. വഴി വെച്ചോ എന്നൊരു സംശയം കേസ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവിടെ ആരോ മരം മുറിക്കണ സൗണ്ട് കൂടി കേൾക്കണം. നമുക്ക് ചോദിച്ചു നോക്കാം. 1000 സ്റ്റെപ്പൊക്കെ നമ്മൾ ഇങ്ങോട്ട് ചെയ്യുന്നുണ്ടാവില്ലേ? അയ്യോ, പോയിക്കോട്ടെ. ആ മരത്തിൻ്റെ മുകളിൽ ആരോ ഉണ്ട്, പോയി ചോദിച്ചോട്ടെ. ഭാഷ അറിയുമെന്നറിയില്ല.
എവിടെ ആള്? മുകളിലൊരു വെട്ടിങ്ങനെ കേൾക്കുന്നുണ്ട്. ഇതിന് മുകളിൽ ആളുണ്ടല്ലേ? മരം പോകാനായിനോ ബ്രോ? ഹലോ ഹലോ. റോഡ് ബ്രിഡ്ജ്. This road? This road? How many steps from here? ആ മരം പോകും ഓടാൻ. അയ്യോ Yeah. വേർ Road bridge. റോഡ് ബ്രിഡ്ജ്. റോഡ് ബ്രിഡ്ജ്. Road bridge. Road bridge. Double decker. This way. ഓ പെട്ട് കഴിച്ചു. This is wrong. സ്ട്രൈറ്റ്. സ്ട്രൈറ്റ്. How many steps? എണ്ണോട്ടോ 100 minutes. അയ്യാ 100 minutes പറഞ്ഞ 1 മണിക്കൂറിന് മേലല്ലേ? അയ്യോ, പണി കിട്ട് കഴിച്ചു. ഹണ്ടോ ഇനിയിപ്പോൾ എന്താ ചെജ്ജിറപ്പേ? ഇപ്പം അങ്ങോട്ട് തന്നെ പോകണല്ലേ? അപ്പം നമ്മളിതാ ഇവിടെ ഒരു വീട് കണ്ട് ഓലോട് ചോദിച്ചു. അപ്പം ഇവിടെ വെള്ളം കുടിച്ചിട്ട് റിട്ടേൺ പോവാൻ. മതി. ഇവരെങ്ങനെയാണ് ഇവിടെയൊക്കെ താമസിക്കണമെന്ന് ആലോചിച്ചിട്ട് കൂടി ഒരു ഐഡിയ കിട്ടില്ല കേട്ടോ. ഫുൾ ട്രൈബൽസാ ഓടിച്ചേക്കാൻ പറയാനുള്ളൂ. പക്ഷെ ഇവർക്കും കുറച്ച് ഇംഗ്ലീഷ് അറിയാം. അതാട്ടോ വീട്. പോ. ഓക്കെ, താങ്ക് യു. ബൈ. 2 ചെറിയ കുട്ടികളതാ അവിടെ. ഹായ് ടാറ്റാ. പോ നടക്ക്. വന്ന വഴിയിൽ കൂടി തന്നെ തിരിച്ചു പോവാണ്. ഇത് ഞങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കാരണം നമുക്ക് വരുന്ന സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് വരുമ്പോൾ വരാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ ബൈ. ആ കൊമ്പോടെ വെട്ടി. ബൈ ബൈ. ഒരു 1000 സ്റ്റെപ്പൊക്കെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടോ? 2000 സ്റ്റെപ്പ് വെറുതായി കഴിച്ചു. ഓക്കെ, ആ ബ്രിഡ്ജിനോടെ എത്തിയില്ലേ? ആ, ഇനി ഇവിടുന്നാണ് നമുക്ക് തെറ്റി. ഇവിടുന്ന് നമുക്ക് നേരെ പോകണം. ഇവിടുന്ന് എല്ലാത്തിനും മുമ്പേ തെറ്റിയിട്ടുണ്ട്. ഈ ബോർഡിൻ്റെ ഇവിടുന്നാണ് ശരിയുണ്ട്. ഇതിൽ നമ്മൾ വന്നു. പക്ഷേ ഇതിൽ പോയിട്ട് നമ്മൾ യഥാർത്ഥ റൂട്ടിലേക്ക് എത്തുക. ഓക്കെ, നമ്മളതിൻ്റെ നേരെ അപ്പുറത്തെ മറിയിലെത്തിട്ടോ. ആ കാട്ടിൽ നമ്മൾ പോയി ഇതിലെ മറ്റേ വഴി ഇങ്ങനെ എത്തിയോ? ഈ റൂട്ടാണ്. ഇപ്പോൾ എത്തും. അപ്പോൾ ഇതായിരുന്നു ആ വഴി. യെസ്, ആ വഴിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തി. നമുക്ക് വെറുതെ 2000 സ്റ്റെപ്പ് പോയി. ഓക്കെ, നമ്മൾ ആ ചെറിയ അടയാളം വെച്ചുകൊണ്ട് നമ്മളിതാ പോകുന്നു. അപ്പം വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ചപ്പടിയും കേൾക്കുന്നുണ്ട്. ഇതാണ് ശരിക്കും നമുക്ക് കാണേണ്ട സ്ഥലം. അപ്പോൾ ആ കാണുന്ന വെള്ളച്ചാട്ടമാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്നത്. പക്ഷേ നമ്മൾ നേരെ റോങ് ആയിട്ട് ആ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് പോയി. ആ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, അവിടെ ഒരു മലയാണില്ലേ, അതേപോലത്തെ ഒരു മലയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇറങ്ങി വരുന്നത്. അത്രയും ഹൈറ്റിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഒരു ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പള്ളിൻ്റെ ഇവിടെ. നേരെ ഇറങ്ങാം. കീപ്പട്ടെ തന്നെ പോട്ടെ. ഇത് വഴിയിൽ ഒരു പേര് എഴുതിച്ചിരുന്നെങ്കിൽ, ഒരു കാര്യമായിരുന്നു മാർക്കിട്ടുണ്ടെങ്കിൽ. ഓ, നാരങ്ങ ഉണ്ടോ? അടിപൊളി. നാരങ്ങയൊക്കെ സംഭവം ശരിയാണ്, പക്ഷെ എടുക്കാൻ പറ്റില്ല അല്ലേ? ഓ, എന്താ എടുക്കാൻ പറ്റില്ല. ഇവിടെ തന്നെ വെച്ചിട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളവിടെ തന്നെ വെച്ചു പോയി. ഇവിടെ ഉണ്ടാവും, കട ഉണ്ടാവും, ഷോപ്പ് ഉണ്ടാവും അല്ലേ? പ്രതീക്ഷ ഉണ്ട്. ഇവിടെ പോയില്ലെങ്കിൽ ഇവിടെ കടന്നു. ഒക്കെ കഴിഞ്ഞു ലൂസായി പോയി. ഓ, നല്ലൊരു പേടിച്ചിട്ടോ. ആ റൂട്ടിൽ പോയാട്ടെ ഒരു ഐഡിയ കിട്ടാതെ. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഒരു സമാധാനം. ഡബിൾ ഡെക്കർ റെയിൻബോ ഫാൾസ് ഗസ്റ്റ് ഹൗസ് സൺഡേ ക്ലോസ്. ഓക്കെ, നമ്മളിതാ ഈ റൂട്ടിന് പോവാണ്. ഒരാളിത് അവിടെ കുഴങ്ങിക്കണേ. ബ്രിഡ്ജൊക്കെ തന്നെയാണ് കൈ. പക്ഷേ അത് കാണിക്കുന്നതിന് മുമ്പ് നമ്മളെ ക്ഷീണം മാറ്റട്ടെ അല്ലേ? ഇറങ്ങിയല്ലേ ക്ഷീണമാണ്. ഇനി കയറാനുള്ള ക്ഷീണം എത്രയാണോ?
സാധനങ്ങളൊക്കെ വാങ്ങിട്ട് പോകാം. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇതാണ് ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ബ്രിഡ്ജ്. യെസ്, അങ്ങനെ ഇതാണ് ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് കേട്ടോ. 2 അട്ടിയിൽ വള്ളിയിൽ ഉണ്ടാക്കിയിട്ടല്ലേ, ഉണ്ടാക്കിയതല്ല. അതാണ്, ഇത് കാണാനാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. കാരണം ഈ ഒരു കാഴ്ച നമ്മൾ വേറെ എവിടെയും കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെ വരുന്നത്. കണ്ടോ, മുഴുവനായിട്ട് ഇതേപോലെ വള്ളിയാണ്. വള്ളികൾ അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഒന്നാമത്തെ നിലതാണ്. ഇതിലെങ്ങനെ അങ്ങോട്ടില്ലേ. രണ്ടാമത് നേരെ കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയിട്ടോ, നേരെ മുകളിലല്ല. അതേ മരത്തുമ്പോൾ തന്നെ ഇങ്ങോട്ട് വേറെ റൂട്ട് ബ്രിഡ്ജും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ ബ്രിഡ്ജ് കൂടെ നടക്കണല്ലോ. ഇവിടെ അറ്റം വന്നിട്ട് ബ്രിഡ്ജ് കൂടെ നടക്കാതെ പോകണത് ശരിയല്ല. നമ്മൾ ഡബിൾ ആയതുകൊണ്ട് നമ്മൾ ഡബിൾ ബ്രിഡ്ജിലൂടെ നടക്കും. യെസ്, ഇവിടെ കല്ലും പലകയൊക്കെ ഇട്ടാണ്ടാട്ടോ ഈ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് ഒരു നടക്കാൻ പറ്റിയ കോലത്തിലാക്കിയത്. ഇവിടെ നിന്ന് കേട്ടോ വലിയൊരു കല്ലൊക്കെ ഉരുണ്ടെന്ന്. വലിയൊരു കല്ല് ഉരുണ്ടെന്ന്. അന്ന് ഈ ഡബിൾ ഡെക്കർ ഇവിടെ നിന്നോ? ഡബിൾ ഡെക്കർ അതിന് അടി കൂടെ പോയി തോന്നുന്നുണ്ട്. അപ്പോൾ വള്ളികളാൽ നിറഞ്ഞ ഈ ഒരു ബ്രിഡ്ജിലുണ്ടോ ഒരു തൂണോ ഒരു മുട്ടോ ഒന്നുമില്ല കേട്ടോ. ഫുള്ളായിട്ട് ഈ വള്ളി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെതാ നമ്മളിവിടെ എത്തി. നമുക്കൊരു ഫോട്ടോ കൂടെ എടുത്തിട്ട് പോവാം. അങ്ങനെ നമ്മൾ റിട്ടേൺ പോവാണ്. നമ്മളെ ഈ ഒരു തമ്പിലേലും കാര്യങ്ങളും ഫോട്ടോ ഒക്കെ എടുത്തുന്നത് കേട്ടോ. Dr. Rajiv Berati. ഡോക്ടർ, ഓ ഇവര് എന്താ ജയ്പൂരിൽ നിന്നാണ്. അപ്പൊ ഇനി നമ്മൾ കൂടുതലായിട്ടൊന്നും ഇവിടുന്ന് പറഞ്ഞിങ്ങനെ നിൽക്കില്ല. നേരെ നമുക്ക് അവർക്ക് ചെല്ലണം. ഏകദേശം ഇതാ ഈ ഇറങ്ങിയ സ്റ്റെപ്പ് ഫുള്ള് 3000-ഓളം സ്റ്റെപ്പുകൾ മുകളിലേക്ക് കയറാണ്ട്. മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ഇനി പോകണ്ട, കാല് നല്ല പെയിൻ ഉണ്ട്. എന്തായാലും നമ്മൾ റിട്ടേൺ പോകാൻ പോവാണ്. അങ്ങനെ തിരിച്ചു പോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഒരു 100 സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ടോ. അപ്പം നമ്മൾ നേരത്തെ ഒരു ഒരു അടയാളം ഉണ്ടാക്കി വെച്ചില്ലായിരുന്നു. ആ അടയാളം തട്ടോ ഇവിടെ. അപ്പോൾ രാത്രി കഴിഞ്ഞാൽ നമുക്ക് തീരെ മനസ്സിലാവില്ല വിചാരിച്ചിട്ട് ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് റേൺ ചെയ്തിട്ട് പോകണം. അങ്ങനെ നമ്മൾ കയറി ഒരു 30-35% കഴിഞ്ഞാവും തോന്നുന്നു. ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇതാ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു കോൺക്രീറ്റ് ഇട്ട ഇതിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പം ഇതേപോലത്തെ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ അവർ പണ്ടുണ്ടാക്കിയ സ്റ്റെപ്പ് തന്നെയാണ്. ഇവിടെ നമ്മൾ തിരിഞ്ഞു പോയത്. അതെ, ഇതാ ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ നേരത്തെ ടേൺ ചെയ്ത് പോയി ഇവിടെ തിരിഞ്ഞ് 1000 സ്റ്റെപ്പാണ് ചെയ്യാവൂലേ. ആ ഒരു മലയ്ക്ക് കുറേ അങ്ങോട്ട് പോയി. അപ്പോൾ ഗൈസ്, ആരെങ്കിലും വരികയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതിലെ പോയത് ഇതിൽ പോയിക്കോണ്ടിട്ടോ. വെറുതെ 2000 സ്റ്റെപ്പ് കൂടെ അധികം വെക്കേണ്ടി വരും. 8000 സ്റ്റെപ്പാവും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. അയ്യോ, വാ. അതിൻ്റെ അപ്പുറത്ത് ബംഗ്ലാദേശ് ഉണ്ട്. അപ്പോൾ അത് കാണണം. അപ്പോൾ ആ മലയിൽ നെറുവിൽ നമ്മൾ എത്തണം. ഈ മലൻ്റെ അത്രയും ഹൈറ്റ്. അപ്പോൾ ഞാൻ പുതിയൊരു ഐഡിയ ഉണ്ടെത്തിന് 100 സ്റ്റെപ്പ് ഓടി കയറുക. അവിടെ പട്ടിനെ പോലെ കരച്ചു കുത്തേക്കുക. 2 4 അറിയേ അമ്പത് 2 × 50 100. അപ്പോൾ 2 × 50 100. ഒരു സ്റ്റെപ്പിലേ 2.5 വെക്കുക. ഇനി ഒരു ജനോട് ഉത്തർക്കുക. അപ്പോൾ കൊയ്ക്കോറും എന്നിട്ട് പിന്നെയും വായ. അപ്പോൾ ഇതാ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കാണാം. എനിക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ താഴേക്ക് ഇറങ്ങിയ ടൈമിൽ ഒരു വീടൊക്കെ കണ്ടിരുന്നു. ആ വീടിൻ്റെ അവിടെ എത്തിയിട്ടോ. അവിടെ ചെറിയൊരു ഇത് കണ്ടോ, അവിടെ ഇങ്ങനെ ഒരു വൈറ്റ് കളറിൽ
അതാണ് നമ്മൾ നേരത്തെ കൈവരിയൊക്കെ ഉണ്ടായിരുന്ന സ്റ്റെപ്പ് കേട്ടോ. അപ്പോൾ അവിടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പകുതിയായി. ചന്ദ്രൻ അവിടെ കണ്ടില്ലേ. അപ്പോൾ സൂര്യൻ പോയി, ചന്ദ്രൻ വന്നു, നമ്മളിപ്പോഴും ഇവിടെ തന്നെ. രാത്രി ആയിരിക്കാണ്. സൂര്യൻ ആ ഭാഗത്തു കൂടെ അമർന്നു പോയി, ചന്ദ്രനതാ ഇവിടെ പൊന്തി വരുന്നേ. നമ്മളിവിടെ എത്തിയിട്ടുള്ളൂ അല്ലേ. പക്ക രാത്രിയായി കേസ്. ഓ കണ്ണാണില്ല. അവിടെ ഉണ്ടോ സൂര്യൻ പറ്റ അങ്ങെത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഫുൾ ഇരുട്ടാണ്. ഇനിയും കയറാണ്ട് കേട്ടോ. ആ പാറകളിൽ നിന്ന് ഓക്കെ. അപ്പോൾ നമ്മളൊരു നേരത്തെ പെയിൻ്റ് അടിച്ചിരുന്നല്ലോ കുറച്ച് ആൾക്കാർ, അവിടെ എത്തിട്ടോ. ആ കല്ലുണ്ടോ, ഒരു ലാസ്റ്റിലൊരു കല്ല്, അതിൻ്റെ മുകൾക്കാണ് പോകേണ്ടത്. സംഭവം ദൂരം ഇത്രയും നേരം പോകുന്നത് വെച്ച് നോക്കുമ്പോൾ അതിന് മാത്രമൊന്നുമില്ല, പക്ഷേ സ്റ്റെപ്പ് ഭയങ്കര കുത്തനെയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ വളഞ്ഞ് കയറണം. ഓക്കെ, അപ്പോൾ അതും കൂടി കയറിയിട്ട് മുകളിൽ നമ്മുടെ കാറുണ്ടാവും, അപ്പോൾ അവിടെ പോകും. അപ്പോൾ ഇതാ ജോസാറ് വിളിച്ച് അന്വേഷിക്കാം കേട്ടോ നിങ്ങളെവിടെ എത്തിയെന്ന്. അപ്പോൾ നമ്മൾ ഹൈറ്റിലേക്ക് എത്തുമ്പോൾ തണുപ്പ് കൂടുന്നുണ്ട്. ഇതാണ് സ്റ്റെപ്പ് കാണുന്നുണ്ട് നിങ്ങൾക്ക്. ഇതാണ് പറഞ്ഞ ആ ചെങ്കുത്തായ സ്റ്റെപ്പ്, കല്ലിൻ്റെ അടുത്തുള്ള സ്റ്റെപ്പ്. ഓക്കെ, ഇവിടെ വൻ ഹൈറ്റാട്ടോ. നമ്മളങ്ങനെ ബാക്കൊക്കെ പോകുന്നുണ്ട്, നല്ല ഹൈറ്റാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടി പറയുകയാണ്, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ രാവിലെ വരിക. എന്നാൽ നിങ്ങൾക്കൊരു ഉച്ച 2 മണി 3 മണിയാകുമ്പോഴേക്കും ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 5 മണി ടൈം കഴിഞ്ഞു. നമ്മൾ 3:45 3:42 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോഴും മുകളിലെത്തിയിട്ടില്ല. അതാണ് കാരണം. കാണുന്നുണ്ടാവില്ല അവിടെ ഒരു ലൈറ്റ് കാണുന്നില്ലേ, അത് ബംഗ്ലാദേശാണ്. ഓക്കെ, ഇനിയൊന്നുമില്ല കേട്ടോ. എന്തായാലും നമ്മൾ ഇവിടെ എത്തി. വണ്ടി ഇനി കുറേ മുകളിലല്ലേ. അയ്യോ ഒന്നും കേൾക്കണ്ടല്ലോ അല്ലേ. ആദ്യമായിട്ടാണ് ഇത്ര റിസ്ക് എടുത്തൊരു വീഡിയോ. 3000 6000 1000 2000 8000 സ്റ്റെപ്പ് കഴിച്ച്. അങ്ങനെ കഴിച്ച് നമ്മളിതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഓ സത്യം പറയുകയാണെങ്കിൽ ഇത്ര റിസ്ക് എടുത്തൊരു വീഡിയോ ഇതുവരെ ചെയ്തില്ല അല്ലേ, ആദ്യത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒറ്റ പറയുള്ളൂ, ഇവിടെ വരികയാണെങ്കിൽ രാവിലെ വരാം. അപ്പോൾ ഈ വീഡിയോ ഇനിയിപ്പോൾ നമുക്ക് 2 മണിക്കൂർ അങ്ങോട്ട് ഓടണമല്ലോ ഷില്ലോങ്ങിലേക്ക്, ജോസാറിൻ്റെ അടുത്തേക്ക്. അപ്പം മൂപ്പരിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് അത് എങ്ങനെയൊക്കെ ഓടാ. നമ്മൾ ഇത് രാത്രി ഇത്രയും ഇരുട്ടാവും എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇനി ഇരുട്ടായി കഴിഞ്ഞാൽ ഒരിക്കലും കയറാൻ പറ്റില്ല കേട്ടോ. അഥവാ നിങ്ങൾ പോരുന്ന ടൈമിൽ തന്നെ 4 മണിയൊക്കെ ആണെങ്കിൽ ഒരിക്കലും പോരരുത്, അവിടെ സ്റ്റേ ചെയ്യുക. അവിടെ ഉണ്ടാവും റൂം എന്തെങ്കിലുമൊക്കെ. ഓക്കെ, ഇത്രയും റിസ്ക് എടുത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഡബിൾ റക്കർ റൂട്ട് ആ സാധനം. അപ്പോൾ നമ്മൾ മാത്രമല്ല കുഴങ്ങിയത്, ക്യാമറയും കുഴങ്ങി, 2 ക്യാമറയും ഓഫായി അല്ലേ, ഗോപ്രോ ഓഫായി, സോണി ഓഫായി. അപ്പോൾ നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആരും ഇവിടെ എത്തിയിട്ടില്ല. ഈ ഒരു ഡബിൾ ഡക്കർ റൂട്ട് ബ്രിഡ്ജില്ലേ, ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്, അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും റിസ്ക് ആണ് ഇവിടേക്ക് എത്താൻ. അവർക്ക് ഒരു വേ ഇല്ല, അതായത് ഒന്ന് ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ പോകുന്നവരൊക്കെ പിറ്റേന്നൊക്കെ ഇങ്ങോട്ട് പോരുന്നത്, നമ്മൾ പോയ അത്യാവശ്യം 10 മിനിറ്റ് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഒന്നുമില്ല, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകുന്നു, ഒരാളെ അങ്ങോട്ടോ പോകണത് കണ്ടില്ലല്ലേ ആ റൂട്ടിന്. എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മൊബൈലാണ് നമ്മൾ പറഞ്ഞ ക്ലിയറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നാളെ നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.